നമസ്കാരം. നമ്മുടെ PM-കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് 2000 രൂപ വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു വർഷം നമുക്ക് 6000 രൂപ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു തുക നമുക്ക് തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ eKYC അപ്ഡേഷൻ, അതായത് നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് നമുക്ക് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു eKYC അപ്ഡേഷൻ. അത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐ കാർഡോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ കൂടി ഒരു എയിംസ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ നമ്പറും നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വർഷം നികുതി അടച്ചതിൻ്റെ റെസീപ്റ്റ്, നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതിയുടെ റെസീപ്റ്റ് വേണം. ഈ റെസീപ്റ്റിൻ്റെ ഒരു PDF ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് വേണ്ടു. ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇതുപോലെ ബ്രൗസർ എടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോമാണ് എടുത്തിരിക്കുന്നത്. അവിടെ എയിംസ് പോർട്ടൽ, AMS പോർട്ടൽ എന്ന് അടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ ഫാർമർ ലോഗിൻ കണ്ടില്ല, ഏറ്റവും മുകളിൽ ഫാർമർ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് താഴെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്കിവിടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും താഴെ PM-കിസാൻ എന്നുള്ളൊരു കണ്ടില്ലേ, PM-കിസാൻ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ. ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ വേണം, കാരണം ഇതിലേക്ക് ഒരു OTP മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ് 1091602. അപ്പോൾ ഓരോരുത്തർക്കും മാറും. ഇനി നമ്മളിവിടെ നമ്മുടെ സെൻഡ് OTP അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് സെൻഡ് OTP ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന OTP മെസ്സേജ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് സ്ഥല വിവരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിത് മലയാളത്തിലും ഇംഗ്ലീഷിലും വേണമെങ്കിൽ മാറ്റാം. കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ എല്ലാം നോക്കാം, എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ഇതിൽ ചേർക്കുകയാണ്. അതിന് നമ്മളിത് ഏറ്റവും മുകളിൽ മഞ്ഞ കളറിൽ കാണാം സ്ഥല വിവരങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് വരിക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം ആഡ് ന്യൂ ലാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം അല്ലേ, ഒരു നീല കളറിൽ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ന്യൂ ലാൻഡ്. ഇപ്പോൾ നമുക്കിവിടെ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജില്ല, നമ്മളുടെ ഏതാണ് താലൂക്ക്, നമ്മുടെ വില്ലേജ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ അവസാനം അടച്ചിരിക്കുന്ന നമ്മുടെ വില്ലേജിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലായിട്ടോ അടച്ചിരിക്കുന്ന നമ്മുടെ കരമടച്ച റെസീറ്റ് ഉണ്ടല്ലോ, ആ റെസീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് സർവേ നമ്പർ, തണ്ടപ്പേര് നമ്പർ, കൃഷിഭവൻ്റെ പേര്, അതിൻ്റെ സബ് നമ്പർ, എല്ലാ നമ്പറും വാർഡിന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു റെസീപ്റ്റ് നോക്കിയിട്ട് നമ്മളെല്ലാം തന്നെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ നമുക്കിവിടെ ആകെ കിട്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസീപ്റ്റിൻ്റെ ഉള്ളിൽ 6 എന്നുള്ളൊരു കണക്കിലായിരിക്കും നമ്മുടെ സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അത് ഇവിടെ സെൻറ്റിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊടുക്കാണ്ട് അത്ര കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മുടെ രസീത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, തണ്ടപ്പേരും നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണവും അതുപോലെ തന്നെ മറ്റ് നമ്പറുകളും എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു റെസീപ്റ്റ് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് കിട്ടാത്ത കാര്യം എന്നുള്ളത് നമ്മുടെ വിസ്തീർണം മാത്രമാണ്. അത് 6 എന്നുള്ളതിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അത് നമുക്ക് സെൻറ്റിമീറ്റർ ആയിട്ടൊന്ന് മാറ്റണം. അപ്പോൾ എൻ്റെ ഇതിൽ 7R എന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് 7R to സെൻറ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരും, എത്ര സെൻറ്റാണ് നമ്മുടെ സ്ഥലം എന്നുള്ളത്. കണ്ടില്ലേ, 17 സെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 17 സെൻറ്റ് എന്നുള്ള ഈ ഒരു ഇതും കൂടി നമ്മൾ അവിടെ കൊടുക്കാനുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തൊരു സാധനം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അതിനുശേഷം നമ്മൾ സേവ് ആസ് എ ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ ലാൻഡ് റെക്കോർഡ്സ്, അതായത് നമ്മൾ കൊടുത്തത് നമ്മുടെ റെക്കോർഡായിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാണോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. നമ്മുടെ പേര്, നമ്മുടെ സർവേ നമ്പർ, മറ്റു കാര്യങ്ങൾ. അതിനുശേഷം ആ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് താഴെ കാണുന്ന കൺഫേം, നമ്മളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ താഴത്തെ കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക.
ഓക്കെ, താഴ്മയിലെ കാണുന്ന ഓക്കെ മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ലാൻഡ് കൺഫേംഡ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ ഈ റെസിപ്റ്റ്, അതായത് നമ്മുടെ ടാക്സ് അടച്ച റെസിപ്റ്റ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് താഴെ കാണാം അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ ഈ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ മുകളിലേക്കുള്ള ആരോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു മെനു വരും. ഇവിടെ നമ്മൾ നമ്മുടെ കരമടച്ച റെസിപ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തേൽ കൊടുക്കേണ്ടത്. രണ്ടാമത്തേൽ നമ്മൾ എന്നാണോ നമ്മൾ അടച്ചതെന്നുള്ളത് അതിൻ്റെ ഡേറ്റും കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ റെസിപ്റ്റ് എടുത്ത് ഇങ്ങനെ ഏറ്റവും മുകളിൽ റസീത് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മൾ അത് അവിടുന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചതിന് ശേഷം ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ എന്നാണോ നമ്മുടെ റെസിപ്റ്റ് അടച്ചത് ആ ഡേറ്റും കൂടെ ഇതേപോലെ കലണ്ടർ നോക്കി സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക ഫയൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ച് ആ ഫയൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൻ്റെ ബേസിക്കായിട്ട് ചെയ്യാനുള്ളൂ. അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്ലോഡ് ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ ഇങ്ങനെയുള്ളൂ. ഇപ്പോൾ ഈസിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു PM-kisan ലാൻഡ് വെരിഫിക്കേഷൻ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആധാർ നമ്പർ ഒന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് വ്യക്തിയുടെ പേരിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ പേരിലാണോ സ്ഥലമുള്ളതെന്ന് നോക്കി ആ ആധാർ നമ്പർ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഒരു പേര് ഇതേപോലെ തെളിഞ്ഞു വരും. ആരുടെ ആധാർ നമ്പറാണോ കൊടുത്ത് അതേപോലെ വരും. ഇനി ഇവിടെ ലാൻഡ് ഡീറ്റെയിൽസ്, നമ്മൾ ലാൻഡ് ആഡ് ചെയ്ത് കൊടുത്തു, അതുകൊണ്ട് നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും. അത് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന വിവരങ്ങളെല്ലാം ശരിയാണോ നോക്കുക. അതിനുശേഷം വെരിഫൈ ഇൻ റവന്യൂ ലാൻഡ് റെക്കോർഡ്, അതായത് റവന്യൂ സർക്കാരിൻ്റെ ആ റെക്കോർഡുമായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ ടാക്സ് അടച്ച ഡീറ്റെയിൽസും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ താഴെ ഇതേപോലെ കാണിക്കുന്നതാണ്. അതിനുശേഷം അത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. കണ്ടില്ലേ, വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, എളുപ്പമാണ്. നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ജസ്റ്റ് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.